കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത് സതീശനോ കെ.സിയോ ചെന്നിത്തലയോ ആയിരിക്കില്ല. പിണറായി വിജയൻ ഒഴിഞ്ഞ ആ കസേരയിലേക്ക് നടന്ന് കയറാൻ പോകുന്നത് നിങ്ങൾ ആരും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നാലാമനാണ്. ആരായിരിക്കും ഈ നാലാമൻ? ഹൈക്കമാൻഡിന്റെ ബ്രീഫ് കേസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ വിസ്മയ തീരുമാനം എന്താണ്? രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ ആ ട്രംപ് കാർഡ് ആരാണ്? വരാനിരിക്കുന്ന ദിവസത്തിൽ, അതായത് തൊട്ടടുത്ത ദിവസത്തിൽ വരാൻ പോകുന്ന സത്യപ്രതിജ്ഞയ്ക്ക് പിന്നിലെ ആ ഞെട്ടിക്കുന്ന അണിയറ രഹസ്യങ്ങൾ, കോൺഗ്രസിലെ ഗ്രൂപ്പ് രാജാക്കന്മാരെ വെട്ടിച്ച് ഒരു ഡാർക്ക് ഹോഴ്സ്, കറുത്ത കുതിര അധികാരത്തിലേക്ക് വരുമ്പോൾ കേരളം എങ്ങനെ മാറും? കോൺഗ്രസിനെ കീറിമുറിച്ചുള്ള ഈ വിശകലനം മുഴുവനായും കാണുക. കാരണം വരാനിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വി.ഡി. സതീശൻ്റെ പടയോട്ടമാണ്. സതീശൻ വരുന്നു, കേരളം മാറുന്നു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ തോന്നും പുള്ളി ഇപ്പോൾ തന്നെ ക്ലിഫ് ഹൗസിൽ താമസം തുടങ്ങിയെന്ന്, ആ കസേരയിൽ ഇരുന്ന് തീരുമാനങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയെന്ന്. പക്ഷേ കോൺഗ്രസിനെ അറിയുന്നവർക്ക് ഒരു കാര്യം നല്ലതുപോലെ അറിയാം. അതായത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നവർക്ക് മനസ്സിലാകും, പാർട്ടിക്കുള്ളിൽ ഒരാൾക്ക് ഹീറോ പരിവേഷം കിട്ടിയാൽ ആദ്യം പണി കൊടുക്കുന്നത് കൂടെ നിൽക്കുന്നവർ തന്നെ ആയിരിക്കും. അറിയാമല്ലോ പല ചരിത്രവും. സതീശൻ PR വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഇമേജ് കണ്ട് പല്ല് കടിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് ഇന്ദിരാഭവനിൽ. അവർ ഒരുക്കുന്ന കെണിയിൽ സതീശൻ വീഴും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവായപ്പോൾ കാണിച്ച ആ വേഗത മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം അവിടെ കാലുവാരാൻ നിൽക്കുന്നത് വെറും പ്രാദേശിക നേതാക്കളല്ല, സാക്ഷാൽ ഹൈക്കമാൻഡ് നോമിനികളാണ്. സതീശൻ തരംഗം എന്നത് ഒരു പുകമറ മാത്രമാണോ, അതോ ആ നാലാമൻ്റെ വരവ് മറച്ചു പിടിക്കാനുള്ള ഒരു പുകമറയാണോ? ഒരു വശത്ത് കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ എപ്പോഴും മന്ത്രിക്കുന്നയാളാണ്. മറുവശത്ത് രമേശ് ചെന്നിത്തല നഷ്ടപ്പെട്ട പ്രതാപം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി നോക്കുന്ന ഐ ഗ്രൂപ്പിൻ്റെ കാരണവർ. ഇവർ രണ്ടുപേരും വിചാരിക്കുന്നത് തങ്ങളിൽ ഒരാൾ മുഖ്യമന്ത്രി ആകുമെന്നാണ്. പിന്നെ അപ്പുറത്തിരുന്ന് വി.ഡിയും വിചാരിക്കുന്നു. കെ.സി. വേണുഗോപാലിൻ്റെ എത്രത്തോളം ഫ്ലക്സുകളാണ് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണാനാകുന്നത്. കെ.സി. വേണുഗോപാലിന് ഡൽഹി വിട്ട് തിരുവനന്തപുരത്ത് വരാൻ പണ്ടേ മോഹമുണ്ട്. പക്ഷേ സതീശൻ അവിടെ വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. കെ.സി. വരികയാണെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് ഒന്നുകൂടി നടത്തിയേ തീരൂ. 6 മാസത്തിനുള്ളിൽ അക്കാര്യവും നടക്കും. ചെന്നിത്തല ആകട്ടെ സീനിയോറിറ്റി എന്ന ലേബലിൽ കസേരയ്ക്ക് തൂങ്ങി കിടക്കുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം വെട്ടാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്തായിരിക്കും? മൂന്നാമതൊരാൾ ലാഭം കൊയ്യും. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് അതൊന്നുമല്ല. മൂന്നാമനെ പോലും വെട്ടിച്ച് ആ നാലാമൻ സീനിലേക്ക് വരുന്നു എന്നതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം തന്നെ അതാണ്. കരുണാകരനും ആന്റണിയും തമ്മിൽ തല്ലുമ്പോൾ ഇടയിൽ വന്ന് ഗുണം കൊയ്ത എത്രയോ പേർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ആ ചരിത്രം ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. പിന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴേ ആ 102 സീറ്റിൻ്റെ കാര്യം അറിഞ്ഞപ്പോഴേ നമുക്ക് ഈ ഒരു കാര്യം പ്രെഡിക്റ്റബിളും ആയിരുന്നു, അല്ലേ? സതീശിൻ്റെയും കെ.സിയുടെയും ചെന്നിത്തലയുടെയും പേര് പറഞ്ഞ് അണികളെ തമ്മിൽ തല്ലിച്ച് ഒടുവിൽ ഹൈക്കമാൻഡ് ആ പേര് പ്രഖ്യാപിക്കുമ്പോൾ സതീശൻ ഫാൻസ് പോലും വാ പൊളിച്ച് നിന്നുപോകും, നമ്മളടക്കം. കാരണം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു പേരാണ് വരാനിരിക്കുന്നത്. ഇനി നമുക്ക് ആ നാലാമനിലേക്ക് വരാം. ആരായിരിക്കും ഒരാൾ? എൻ്റെ സസ്പെൻസ് കാരണം നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാണോ, അല്ലേ? രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാത്ത, എന്നാൽ ഡൽഹിയിലെ AICC ഓഫീസിൽ ഫയലുകളിൽ നീങ്ങുന്ന ആ പേര്, അതൊരു പക്ഷേ ശശി തരൂർ ആയിരിക്കുമോ? കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾക്ക് തരൂരിനെ കണ്ടുകൂടാ, പക്ഷേ ജനങ്ങൾക്ക് തരൂരിനെ വലിയ കാര്യമാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, തരൂർ എങ്ങനെ? അതേപോലെ തന്നെയാണ് കെ.സി. എങ്ങനെ? ഇവിടെ മത്സരിച്ചിട്ടില്ല. എന്തായാലും സതീശനെയും കെ.സിയെയും ഒതുക്കാൻ ഹൈക്കമാൻഡ് തരൂരിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടൊരു വിസ്മയ തീരുമാനമെടുത്താൽ കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതല്ലെങ്കിൽ കെ. മുരളീധരൻ ഏത് പാളയത്തിലും ചെന്ന് പൊരുതാൻ കഴിവുള്ള കരുണാകരൻ്റെ പിൻഗാമി. തരൂർ വരണമെങ്കിൽ ഇവിടെ ഒരു ഇലക്ഷൻ കൂടി 6 മാസത്തിനുള്ളിൽ നടത്തിയാൽ മതി. കെ.സി. വന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മുരളീധരനെ മുഖ്യമന്ത്രിയാക്കി ഗ്രൂപ്പ് വഴക്കുകൾ തീർക്കാൻ ഹൈക്കമാൻഡ് തുനിഞ്ഞാൽ അത് വലിയൊരു ട്വിസ്റ്റ് ആയിരിക്കും. ഇനി ഇവരൊന്നും അല്ലെങ്കിൽ തീർത്തും അപ്രതീക്ഷിതമായി ഒരു സ്ത്രീ സാന്നിധ്യം വരുമോ? നമ്മുടെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതുപോലെ ഒരു വനിതാ മുഖ്യമന്ത്രി വരുമോ? ബിന്ദു കൃഷ്ണയോ ഷാനിമോൾ ഉസ്മാനോ? കോൺഗ്രസിൻ്റെ സർപ്രൈസ് പാക്കേജുകളിൽ എന്തും പ്രതീക്ഷിക്കാം. ഈ നാലാമൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. നിങ്ങൾ കേരളത്തിൽ ഗ്രൂപ്പ് കളിച്ചിരുന്നോ, ഞങ്ങൾ ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കുമെന്ന് ഹൈക്കമാൻഡിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടി. പക്ഷേ ഒന്ന് പറയാം, വി.ഡിയെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ കേരളത്തിൽ
പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എന്നൊക്കെ ഒരു ഗിമ്മിക്കുണ്ട്. എന്തായാലും സതീശൻ നന്നായി കളിക്കുന്നുണ്ടെന്ന് രാഹുൽ പറയും, പക്ഷെ ട്രോഫി കൊടുക്കുന്നത് മറ്റൊരാൾക്കായിരിക്കും. KC വേണുഗോപാൽ പറയുന്നതാണ് രാഹുൽ കേൾക്കുന്നത് എന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും രാഹുലിന് സ്വന്തമായി ചില കണക്കുകൂട്ടലുകൾ ഉണ്ട്. ഡൽഹിയിൽ തീരുമാനങ്ങൾ നീളുന്നത് വെറുതെ ഒന്നുമല്ല. കാരണം ഇവിടെ ഒരു പൊട്ടിത്തെറി ഇല്ലാതെ വേണ്ടേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. പക്ഷെ പൊട്ടിത്തെറി ഉറപ്പാണ് കേട്ടോ. സതീശനും ചെന്നിത്തലയും അവിടെ പോയി ലോബിയിങ് നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി നോക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ്. കേരളത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നാലേ വോട്ട് കിട്ടൂ എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. ഇവിടെ എന്തെങ്കിലും എതിർപ്പുകൾ വന്നാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സതീശനെയും KCയെയും മാറ്റി നിർത്തി ആ നാലാമനെ കുറിച്ച് രാഹുൽ ഗാന്ധി ആലോചിക്കുന്നത്. ഇതൊക്കെ റിപ്പോർട്ടുകളാണ്. ഹൈക്കമാൻഡ് തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നത് ഈ നേതാക്കളെ കൊണ്ട് തന്നെ പരസ്പരം ചളിവാരി എറിയിപ്പിക്കാനാണെന്ന് പറയുന്നവരുമുണ്ട്. അവസാനം എല്ലാവരും തളർന്നു വീഴുമ്പോൾ ആരും എതിർക്കാത്തൊരു പേര് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കും. ആ പേരുകാരനായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി. ഇനി നമുക്ക് കുറച്ച് വസ്തുതകൾ കൂടി പരിശോധിക്കാം. കോൺഗ്രസ്സുകാർക്ക് മുഖ്യമന്ത്രി കസേരയോടുള്ള പ്രേമം കണ്ടാൽ തോന്നും അത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. ഭരണം കയ്യിലില്ലെങ്കിലും ഞാൻ ആഭ്യന്തരം എടുത്തോളാം, നീ ധനകാര്യം എടുത്തോ എന്ന് പറഞ്ഞ് വീതം വെക്കുന്ന ഈ ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ പിണറായി വിജയൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തന്നെ തോൽപ്പിച്ചവർ തമ്മിലിങ്ങനെ അടിച്ചു തീരുന്നത് കാണുമ്പോൾ എന്ത് രസാ അല്ലേ? സതീശൻ സോഷ്യൽ മീഡിയയിൽ പെയ്ഡ് ആർമിയെ ഇറക്കുമ്പോൾ ചെന്നിത്തല പഴയ പത്രക്കുറിപ്പുകളൊക്കെ പൊടി തട്ടി എടുക്കുകയാണ്. KC വേണുഗോപാൽ ആകട്ടെ ഡൽഹി തിരുവനന്തപുരം യാത്രകളൊക്കെ നടത്തി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആ പാവം നാലാമൻ എങ്ങാനും ഇടയ്ക്ക് കയറി വന്നാൽ എന്ത് സംഭവിക്കുമല്ലേ? ഈ 3 പേരുടെ കാര്യം അത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ഈ അവസ്ഥ കണ്ടാൽ ഏതൊരു മലയാളിക്കും തോന്നും എന്തിനാ ഇവരിപ്പോൾ ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്ന്. അത്തരത്തിലാണ് ഇപ്പോൾ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഭരണം കൊടുക്കുന്നതിലും ഭേദം ലോട്ടറി എടുക്കുന്നതാണ്. കാരണം ലോട്ടറിയെങ്കിലും അടിച്ചാൽ പണമെങ്കിലും കിട്ടും. പക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അവരിങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൂടി ചളി വാരി എറിഞ്ഞ് 5 കൊല്ലം എടുക്കും. ഇനിയിപ്പോൾ ഓരോ കൊല്ലം ഓരോരുത്തർ ഭരിക്കുകയാണോ? എന്താണ് അവസ്ഥ? ഇനി വരുന്ന ദിവസം സത്യപ്രതിജ്ഞ നടക്കുമെന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബുധനാഴ്ച. ഏത് ബുധനാഴ്ച എന്ന് മാത്രം വ്യക്തമല്ല. ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഈ ബുധനാഴ്ച നാലാമൻ്റെ പേര് പ്രഖ്യാപിക്കുമായിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും അത്. ആ നാലാമൻ വരുമ്പോൾ സതീശൻ തരംഗം വീണ്ടും നീർക്കുമിള പോലെ പൊട്ടിപ്പോകും. KCക്കാകട്ടെ ഡൽഹിയിലേക്ക് തന്നെ മടങ്ങേണ്ടിയും വരും. ചെന്നിത്തലയാകട്ടെ പ്രതാപവും എല്ലാം പൊക്കിപ്പിടിച്ച് ഇനിയും സീനിയോറിറ്റിയും പറഞ്ഞ് നടക്കും. പക്ഷേ കേരളം ഭരിക്കാൻ പോകുന്നത് ആ അപ്രതീക്ഷിത മുഖമായിരിക്കും. തരൂരാണെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനമാണ്. തരൂർ ആവട്ടെ എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇതിനെയാണ് കോൺഗ്രസ് ശൈലി എന്ന് പറയുന്നത്. എല്ലാവരെയും പ്രതീക്ഷയുടെ കൊടുമുടിയിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് താഴേക്ക് തള്ളുക. സതീശൻ ഫാൻസ് സോഷ്യൽ മീഡിയയിൽ പടക്കം പൊട്ടിക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ ഹൈക്കമാൻഡ് അവർക്ക് നൽകാൻ പോകുന്നത് ഒരു വലിയ പണി തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സത്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സതീശനെയാണോ അതോ ചെന്നിത്തലയാണോ അതോ KCയാണോ? ഇതൊന്നുമല്ലെങ്കിൽ ഇനി തരൂരിന് തന്നെയാണോ? ജനങ്ങൾക്ക് വേണ്ടത് എന്തായാലും ഗ്രൂപ്പ് കളികളില്ലാത്ത വികസനത്തിന് മുൻഗണന നൽകുന്ന ഈ കടം കയറി മുടിഞ്ഞ അവസ്ഥയൊക്കെ മാറ്റുന്ന ഒരു നേതൃത്വത്തെയാണ്. പക്ഷേ കോൺഗ്രസിൽ ഗ്രൂപ്പില്ലാതെ ശ്വാസം കഴിക്കാൻ പോലും ആർക്കും കഴിയില്ല. സതീശൻ ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ എല്ലാ ക്വാളിറ്റിയുമുള്ള പാർട്ടിയിലെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന അങ്ങനെ ഒരു നേതൃത്വം വരട്ടെ. അതിന് BDക്ക് സതീശന് കഴിയുമോ? ഇല്ല എന്നാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ കാണിക്കുന്നത്. KC വേണുഗോപാൽ വന്നാൽ അത് ഇറക്കുമതി ഭരണം എന്ന് വിളിക്കേണ്ടി വരും. ആ ഒരു ആക്ഷേപം എന്തായാലും വരും. ജനങ്ങൾക്കും അത് സംതൃപ്തി ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ചെന്നിത്തല വന്നാൽ അത് പഴയ വൈൻ പുതിയ കുപ്പിയിൽ എന്ന് പറയേണ്ടി വരും. തീർച്ചയായും അത് ഗ്രൂപ്പ് കളികളുടെ ഒരു മഹാമഹമായിരിക്കും. അദ്ദേഹത്തിനെ കൊണ്ട് മുഖ്യമന്ത്രി കസേര നയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കോ? അതുകൊണ്ട് തന്നെയാണ് ആ നാലാമൻ പ്രസക്തമാകുന്നത്. ഒരു പുതിയ മുഖം, പുതിയ ശൈലി, അതൊരു പക്ഷേ ജനങ്ങളെ ആകർഷിച്ചേക്കാം. പക്ഷേ ആ നാലാമനെ ഭരിക്കാൻ ഈ 3 പേരും സമ്മതിക്കുമോ എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളി. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ട്വിസ്റ്റുകളും ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു സ്ക്രിപ്റ്റ് തന്നെയുണ്ട് അല്ലേ? സതീശൻ തരംഗം എന്നത് ആ സിനിമയിലെ ഒരു പാട്ട് മാത്രമാണ്. കഥയിലെ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ. ഏതാനും ദിവസങ്ങൾ മാത്രം മതി. പിണറായി വിജയൻ ഒഴിയുന്ന കസേര ഇനി ആരും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിലേക്ക്. ആ നാലാമൻ ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ ആരെങ്കിലും ഉണ്ടോ? അതൊരു പക്ഷേ ഹൈക്കമാൻഡ് ഇതുവരെ പുറത്തുവിടാത്ത ഒരു രഹസ്യമാണോ?
കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ തീരുമാനം ഉൾക്കൊള്ളാൻ സാധിക്കുമോ? സോഷ്യൽ മീഡിയയിലെ തള്ളുകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന് ഉടൻ തന്നെ പുറത്തു വരും. എന്തായാലും ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കോൺഗ്രസിലെ ഈ കസേരകളിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.